കേരളം ഒരു മതേതര സംസ്ഥാനമാണോ? അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങൾ, അതായത് 30% കൂടുതൽ മുസ്ലിം വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി മാത്രം വിജയിക്കുന്നു? അവിടെ എന്തുകൊണ്ട് CPIക്കോ CPMനോ ഈവൻ കോൺഗ്രസിന് പോലും അവിടെ ജയിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മാത്രം ജയിക്കുന്നു? അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഒരു നോൺ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് വിജയിപ്പിച്ച് കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം, നിങ്ങളൊരു സെക്യുലർ പാർട്ടിയാണെന്നും കേരളത്തിലെ ജനങ്ങൾ സെക്യുലറാണെന്നും ഞാൻ പറയാം. ഞാൻ വെല്ലുവിളിക്കുന്നു, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് അല്ലാതെ ഒരു പാർട്ടിയെ, അല്ലെങ്കിൽ ഒരു നോൺ മുസ്ലിമായിട്ടുള്ള ഒരു ജനപ്രതിയെ എന്തുകൊണ്ട് ഈ മുസ്ലിം വിഭാഗം ജയിപ്പിച്ചു വിടുന്നില്ല? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും സെക്യുലറാണെന്ന് ഞാൻ പറയാം. ഈ സെക്യുലർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമാണ്. നിങ്ങൾ മലപ്പുറത്തോ അല്ലെങ്കിൽ ഈ കളമശ്ശേരി അല്ല ഈ പറഞ്ഞ മുസ്ലിംസിൻ്റെ വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അത് മുസ്ലിം ലീഗിൽ പെടാത്ത LDFൻ്റെയോ CPMൻ്റെയോ CPIയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു ഹിന്ദു നേതാവിനെ നിർത്തിയിട്ട് നിങ്ങളൊന്ന് വിജയിപ്പിച്ച് കാണിക്കുക. അങ്ങനെ വിജയിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായം സെക്യുലറാണെന്നും കേരളത്തിലെ എല്ലാ പാർട്ടികളും സെക്യുലറാണെന്നും നമുക്ക് പറയാം. അല്ലാതെ ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ കേരളം സെക്യുലറാണ്, LDF സെക്യുലറാണ്, UDF സെക്യുലറാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഏറ്റവും കൂടുതൽ വർഗീയമായിട്ട് വോട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം.